സംഭവം തീർച്ചയായും ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൻ്റെയും ജീവിക്കാനുള്ള അവകാശത്തിൻ്റെയും വ്യക്തമായ നിഷേധമായിട്ടാണ് ഞങ്ങളിതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കേവലം ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള വിഷയം എന്നുള്ളതിനേക്കാൾ ഉപരി ഞങ്ങളിതിനെ ഒരു ഭരണഘടനാപരമായ അവകാശ ലംഘന വിഷയമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ ജാമ്യം ഇതേവരെ ലഭിച്ചിട്ടില്ല, ജാമ്യം തള്ളുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം അവിടുത്തെ ബി ജെ പി നേതൃത്വം ആ നിലയിലല്ല പ്രതികരണം, ഒരു അനുകൂല നിലയിലല്ല പ്രതികരണം ഉണ്ടാകുന്നത്. ജാമ്യം ലഭിക്കാവുന്ന അല്ലെങ്കിൽ ഇതൊരു കേസാക്കി മാറ്റേണ്ട വിഷയം പോലും ഇതിനകത്തില്ല. കാരണം ഒരിക്കലും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ബോധപൂർവം ചേർക്കുകയും അതിൻ്റെ പേരിൽ ജാമ്യം നിഷേധിക്കുകയും ചെയ്ത ശേഷം സർക്കാർ ഈ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ എങ്ങനെ കാണുന്നു? കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഇടപെടൽ ആത്മാർത്ഥതയുള്ളതാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഫലം കാണണമല്ലോ, കാരണം ഇതിനകത്ത് രാജ്യത്ത് നിയമവാഴ്ചയുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുക. തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അത് ഈ രാജ്യം എല്ലാ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. അത് ഈ കാര്യത്തിലും സംഭവിക്കണം. വലിയ വിമർശനം ഇപ്പോൾ ക്രിസ്തീയ സഭയുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ ഒരു ബന്ധം ഒക്കെ ഉയർത്തിക്കൊണ്ട് വലിയ വിമർശനം മറ്റ് കക്ഷികൾ ഉയർത്തുന്നുണ്ട്. അതിനെ എങ്ങനെ കാണുന്നു? അത് മറ്റ് കക്ഷികളുടെ രാഷ്ട്രീയപരമായ അസ്തിത്വ പ്രശ്നം കൊണ്ട് അവരുന്നയിക്കുന്ന ആരോപണമാണ്. ഞങ്ങളങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അന്ധമായ വിധേയത്വത്തിനോ അന്ധമായ പിന്തുണയ്ക്കോ എതിർപ്പിനോ പോകുന്ന വിഭാഗമല്ല ക്രൈസ്തവർ. അതുകൊണ്ട് അത്തരം ആരോപണങ്ങളെ ഞങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല.